ഹായ്, വെൽക്കം ടു മദർഹുഡ് ഫാമിലി. എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, അതായത് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ, അതായത് ഒരു കുഞ്ഞ് വരാൻ പോകുന്ന വീട്ടിൽ എന്തൊക്കെ പ്ലാന്റ്സ് അതായത് എന്തൊക്കെ ചെടികൾ നമ്മൾ നട്ടു വളർത്തണം, അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. ഇവിടെ നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഒരു 4 പ്ലാൻസ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് കേൾക്കും മനസ്സിലാവും. ഒന്നാമത്തെ പ്ലാൻസ് കാണിച്ചു തരാം. കണ്ടോ, എന്താണിത്? പനിക്കൂർക്ക. ഈ പനിക്കൂർക്ക ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ ഇത് കുറച്ച് കേട് വന്നു കേട്ടോ. ഞാൻ വാങ്ങി നട്ട് വളർത്തിയ സാധനം, നട്ട് വളർത്തിയല്ല, തൈ വാങ്ങി എനിക്ക് അങ്ങനെ വളർത്തുന്ന ഞാൻ. അപ്പോൾ പനിക്കൂർക്ക അതിൻ്റെ ചെടിയുടെ പ്ലാന്റിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വരുന്ന സമയത്ത്, കുഞ്ഞു മക്കൾക്ക് കേട്ടോ, ഒരു 1.5 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ഇത് എഫക്റ്റീവ് ആവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പനി വരുന്ന സമയത്ത് ഓക്കെ, കുഞ്ഞു മക്കൾക്ക് നമ്മൾ അവർക്ക് കുളിക്കാൻ വെള്ളം എടുക്കുമല്ലോ. ഇപ്പോൾ ഓക്കെ, എത്രത്തോളം നമ്മളവർക്ക് കുളിക്കാൻ വെള്ളം എടുക്കുന്നോ അത്രത്തോളം വെള്ളം ഒരു പാത്രത്തിൽ, ഇപ്പം തീൻ്റെ മുകളിൽ, ഗ്യാസിൻ്റെ മുകളിലോ അടുപ്പിൻ്റെ മുകളിലോ എവിടെയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് ഒരു 2 ഇല, ഓക്കെ, 2-3 പനിക്കൂർക്കയുടെ ഇല ആ വെള്ളത്തിലോട്ടിട്ട് നന്നായി ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുന്ന വെച്ചാൽ നന്നായി ഇതിൻ്റെ ഒരു ഗുണവും സത്തും ഒക്കെ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം എടുക്കുകയാണെങ്കിൽ, അത് പിന്നെ എന്നിട്ട് നമ്മൾ തണുപ്പിക്കാൻ വെക്കുക. ബോയിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു എന്താ പറയുക, ലൂക്ക് വാം വാട്ടർ എന്നൊക്കെ പറയത്തില്ലേ, എന്ന് ആ ഒരു അവസ്ഥയിൽ അത് എത്തുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. തീയിൽ ഓഫാക്കിയിട്ട് കേട്ടോ. അപ്പം ആ ഒരു വെള്ളം എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പനി കുറയുമെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കും അത് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനിയുള്ളപ്പോൾ ഈ പനിക്കൂർക്ക എന്നാണ് തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ പനിക്ക് വേണ്ടിയിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത്. അപ്പം ഈ പനിക്കൂർക്കയില നിങ്ങൾ പിന്നെ പനിക്ക് വേണ്ടി. രണ്ടാമത്തേന്ന് വെച്ചാൽ, ഇവർക്ക് കഫൊക്കെ നന്നായിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പനിക്കൂർക്കയിലയും കുറച്ച് ഹണി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ കഫൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. അതിൻ്റെ ആ സ്ട്രോങ് കുറഞ്ഞു കിട്ടും. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കഫൊക്കെ ആണെങ്കിൽ അത് കുറച്ച് കുറഞ്ഞു കിട്ടും എന്നാണ് വിശ്വാസം. ശരിക്കും എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അതായത് പനിക്കൂർക്കയില അങ്ങനെ നമ്മൾ കഫിനൊക്കെ നല്ലതെന്നുള്ളത്. ടു ബി ഫ്രാങ്ക്, ഞാൻ പനിക്കൂർക്കയില ഹണിയിൽ മിക്സ് ചെയ്ത് എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് അവൻ്റെ കഫ് ഇതുവരെ പോയിട്ടില്ല. അപ്പം എല്ലാവർക്കും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് എനിക്ക് അറിയത്തില്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതിന് പോസിറ്റീവ് റിസൾട്ട് കിട്ടാറുണ്ടാകാം. പക്ഷേ എന്തായാലും ഈ പനിക്കൂർക്കയില ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ പനിക്ക് നല്ലതാണ്. പനി വരുമ്പോൾ നമ്മൾ ഇതിട്ട് ബോയിൽ ചെയ്ത വെള്ളം അവരും കൊണ്ട് അവരെ കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ പനി വേഗം കുറയാൻ നമുക്ക് സഹായിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വല്ലാണ്ട് അങ്ങ് കട്ടിയാവില്ല, ഭയങ്കര എന്താ പറയുക, ഹൈ ടെമ്പറേച്ചർ ആവത്തില്ല, കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ പനിക്കൂർക്കയില നമ്മുടെ വീട്ടിൽ നട്ട് വെക്കുക. ഇത് നാട്ടിൽ എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരൊക്കെ അടുത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണ്ട് വാങ്ങി നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം എവിടെയും പിടിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ അബുദാബിയിൽ ഇവിടെ മീന മാർക്കറ്റിൽ പോയി വാങ്ങിയതാണ് എൻ്റെ തൈ. എന്നിട്ട് അത് ഞാൻ ഇവിടെ ഞാൻ ശരിക്കും അധികം മാസമായിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇത് നന്നായി സ്പ്രെഡായി. അത്ര എല്ലായിടത്തും പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന സ്ഥലം, അത് നാട്ടിൻപുറത്ത് മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നൊന്നുമില്ല, വളരുള്ളൂ എന്നൊന്നുമില്ല, എവിടെ വേണേലും വളരും. അപ്പോൾ നിങ്ങൾ പനിക്കൂർക്കയുടെ നട്ട് വളർത്തിക്കോളാം, കുഞ്ഞുമക്കൾക്ക് ഏറ്റവും നല്ലതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്തായത്, അലോവേര. എന്താണ്? കറ്റാർ വാഴ. ഓക്കെ, ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒത്തിരി 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 ഗുണങ്ങളുണ്ട്. കുഞ്ഞുമക്കൾക്ക് കളറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. അവർക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു ജെൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതും കുഞ്ഞുമക്കൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് എങ്ങനെ ജെല്ലാക്കും, എങ്ങനെ അത് പിന്നെ എന്താ പറയുക, കുഞ്ഞുമക്കൾക്ക് കളർ വെക്കാൻ ഉപയോഗിക്കും എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ പറഞ്ഞുതരാം. കാരണം ഇതെല്ലാം കൂടെ ഞാൻ പറയുന്നത് ഒത്തിരി സമയമാവും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ ആദ്യം ഇത് നട്ട് വളരണമല്ലോ. അപ്പോൾ നട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഗർഭിണികളായിരിക്കുന്ന
എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ കുഞ്ഞു മക്കളുള്ള അമ്മമാരൊക്കെ ഇന്ന് വേഗം ഇത് തന്നെ നട്ടു വളർത്തിക്കോ. അപ്പോൾ നമുക്കതിൻ്റെ ഉപയോഗം ഒരു ഇച്ചിരി കൂടെ ആവുന്ന സമയത്ത് അവർക്കത് ഉപയോഗപ്പെടും. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വലിയ താമസമില്ലാണ്ട് തന്നെ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. പനിക്കൂർ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോൾ ഒന്ന് പനിക്കൂർക്കയെ, 2 അലോവേര, കറ്റാർവാഴയെ. ഓക്കെ, തേർഡ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മി. ആക്ച്വലി ഞാൻ പറയാം, എനിക്കും മുമ്പ് എനിക്ക് അറിയത്തില്ല ഈ ബ്രഹ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ബ്രഹ്മി ലേഹ്യം? നമ്മൾ പണ്ട് ബുദ്ധി വരാൻ ഓർമ്മയ്ക്കും ശക്തിക്കും സന്തോഷ് ബ്രഹ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ആഡൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ ബ്രഹ്മി ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാന്റ് ആയിട്ട് തന്നെ കാണുന്നത് എൻ്റെ ഇച്ചാൻ്റെ വീട്ടിൽ ഇതുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് കാണുന്നത്. ഈ ബ്രഹ്മി നിങ്ങൾക്ക് എവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നോ, അതിൻ്റെ തൈ എവിടുന്നെങ്കിലും കിട്ടുന്നോ വെച്ചാൽ നിങ്ങളത് വാങ്ങിക്കും. കാരണം എനിക്ക് ബ്രഹ്മി കാണിച്ചു തരാൻ ഒരു നിർവാഹമില്ല. കാരണം ഞാനിവിടെ ഈ മാർക്കറ്റിൽ ഫുള്ള് തപ്പി എവിടെയും ബ്രഹ്മിയില്ല. പിന്നെ ഇനി കിട്ടണമെങ്കിൽ ഞാൻ നാട്ടിൽ പോകണം. അപ്പോൾ ഞാൻ എപ്പോഴേലും നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ബ്രഹ്മിയുടെ ആ ഒരു എങ്ങനെ പ്ലാന്റ് ഇരിക്കുന്നത് കാണിച്ചു തരാം. പക്ഷേ അതൊരു നമ്മുടെ എന്തുപോലെ ഇരിക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഈ 4 മണി 10 മണി പൂ എന്നൊക്കെ പറയില്ലേ, ഞങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ രാവിലെ 10 മണിക്ക് ഉണ്ടായിട്ട് 10 മണിക്ക് വിരിഞ്ഞിട്ട് കുറേ നേരത്തേക്ക് ഇരിക്കുന്നയോ, അല്ലെങ്കിൽ 4 മണിക്ക് മാത്രമായിട്ട് വിരിയുന്നോ, അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഒരു 4 മണിപ്പൂ 10 മണിപ്പൂ എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഇലയുടെ പോലെയാണ് ഈ ബ്രഹ്മി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രഹ്മി നമ്മുടെ വീട്ടിലുള്ളതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ ബ്രഹ്മി നമ്മൾ പിള്ളേർക്ക് അതിൻ്റെ നീരെടുത്ത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ഇടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് എന്ന് നമ്മുടെ മുതിർന്നവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ചാൻ്റെ മമ്മിയും വീട്ടിലാണ് എൻ്റെ അമ്മ മദറിലോ ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പിന്നെ അത് കുഞ്ഞുങ്ങളുടെ ബുദ്ധിനെ നന്നായിട്ട് എഫക്റ്റീവ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മി നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ വാങ്ങിയെടുത്ത് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുക. പിന്നെ അത് എന്നിട്ട് വളർത്തിയെടുക്കാം. ഓക്കെ, പിന്നെ 4th വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂത എന്നാണ് ഞങ്ങളൊക്കെ അവിടെ പറയാറ്. എനിക്കതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതും കാണിച്ചു തരാൻ എൻ്റെ അടുത്തില്ല. ഈ അരൂത എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് അരൂത നമ്മൾ കുഞ്ഞു മക്കളായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കയ്യിൽ ഒരു തുണിക്കകത്ത് ഈ അരൂതയുടെ കുറച്ച് ഇലകൾ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരച്ചിലില്ലാണ്ടാവും. രാത്രിക്കൊക്കെ എന്തെങ്കിലും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന മക്കളാണെങ്കിൽ അവിടെ കരച്ചിൽ ഇല്ലാണ്ടാകും. പിന്നെ എന്താ പറയുക, കുഞ്ഞുമക്കൾക്കൊക്കെ ചീത്ത എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ വരും എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി നിജസ്ഥിതി എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ വരുമോ അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറും, അവർക്ക് ചീത്തയൊന്നും വരില്ല അരൂതയൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നു. അപ്പോൾ ഇതും ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചപ്പോൾ തൊട്ട് രാത്രിയിൽ കരയുന്ന ഒരു കുഞ്ഞായിരുന്നു. അവൻ പകൽ നന്നായി കിടന്നുറങ്ങും, രാത്രിയിൽ ഇരുന്ന് ഫുൾ കരച്ചില്ല. അപ്പം എനിക്കതുകൊണ്ട് ഉറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ എല്ലാവരും വന്നിട്ട് പറഞ്ഞു അരൂത കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീട്ടിൽ ആ സമയത്ത് അരൂത ഇങ്ങനെ കയ്യിൽ കെട്ടിക്കൊടുത്താൽ മതി, കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ പോകും. പിന്നെ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ പില്ലോൻ്റെ അടിയിലൊക്കെ വെച്ച് കൊടുത്താൽ മതി, കരച്ചിലൊക്കെ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഒരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ കരച്ചിൽ കണ്ടിന്യൂ ആക്കിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ അവന് കരയണം തോന്നുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലാണ്ട് ഒരു അരൂതയും വന്നിട്ട് അതിന് കുറയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്കതിൽ അരൂതേൻ്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. അപ്പം അത് വിശ്വാസമുള്ളവർക്കാണെങ്കിൽ ഈ അരൂത എന്ന് പറയുന്നത് നിങ്ങൾ നട്ടു വളർത്തിക്കോ, എവിടെയെങ്കിലും തൈ കിട്ടുവാണെങ്കിൽ നട്ടു വളർത്തിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പറയുന്നത് കാരണന്മാർ പറയുന്നതാണ് ചീത്ത വരില്ല, അങ്ങനെ അങ്ങനെ എന്തോ ദോഷമോ ചീത്ത എന്നൊക്കെയാണ് പറയാറ്, അത് വരില്ല. പിന്നെ അവർ കയ്യിൽ അത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പേടിച്ചൊക്കെ കരയുന്നൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 4 പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞു. 1 പനിക്കൂർക്ക, 2 അലോവേര കറ്റാവാഴ, 3 ബ്രഹ്മി, 4 അരൂത. അപ്പം ഇത് 2 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ബാക്കി 2 കാണിക്കാൻ എൻ്റെ അടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നട്ടു വളർത്തിക്കൊള്ളുക. ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്, പിന്നീട് ഞാൻ പറഞ്ഞു തരാം.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കാണിച്ചു കൊടുക്കുക. അവരൊക്കെ നട്ട് വളർത്തട്ടെ. കാരണം ഇതിൻ്റെ ഉപയോഗം എന്താ ഞാൻ പറഞ്ഞു തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഉപയോഗം നല്ല എഫക്റ്റീവ് ആട്ടോ. അതൊക്കെ ഞാൻ ഈ പറയുന്ന എക്സെപ്റ്റ് അരൂത, ബാക്കി കാര്യങ്ങളൊക്കെ നല്ല എഫക്റ്റീവ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത്.